ഞാൻ വീഡിയോ ചെയ്തിട്ട് കൊടും കുറ്റവാളിയായി മാറിയ അവസ്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പല സ്ഥലത്തുനിന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചാനൽ ഏതാണെന്ന് ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെ ചതിക്കുന്ന പോലെയാവും. കാരണം ആ വീഡിയോസ് എല്ലാം ചെയ്യും, അപ്പോൾ നിങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടും കാണുന്നില്ല. അപ്പോൾ നിങ്ങളെ ചതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണ്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് പലർക്കും അറിയാം. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ജനങ്ങൾ, പ്രേക്ഷകർ കാണുന്ന സ്ഥലത്ത് നിന്ന്, പബ്ലിക് പ്ലേസിൽ നിന്നിട്ട് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരുടെ മൊബൈലും ഓണാണ്. ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്തംഭിപ്പിച്ച അത്രയും ഗംഭീരമായ ഒരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ ആ വീഡിയോ ഞാൻ എടുത്തു, യൂട്യൂബിലിട്ടു. എന്നിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു, ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടാൻ പാടില്ല, നിങ്ങളത് റിമൂവ് ചെയ്യണമെന്ന്. ഓക്കെ, ഞാനത് ചെയ്തു, കുഴപ്പമില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഒരു അമ്പലത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു അച്ഛൻ, അച്ഛൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു. കാരണം പണ്ട് 80 വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛനാണ്. അവരുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ വളരെയധികം ദാരിദ്ര്യമായിട്ട് കഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ചെറിയൊരു ഓലപ്പുരയിൽ ഒരുപാട് മക്കളും തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരവസ്ഥ. പിന്നെ ഈ അമ്പലത്തിൽ സേവനം നടത്തി, അമ്പലത്തിൽ നിത്യസന്ദർശകനായി, ശരിക്കും ഭക്തനായി, അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയായി, അങ്ങനെ വെച്ചടി കയറ്റായി അദ്ദേഹം വലിയൊരു സ്ഥാനത്ത് നിന്ന് റിട്ടയർഡായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വലിയ സ്ഥാനത്താണുള്ളത് എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കോള്, അച്ഛൻ അങ്ങനെ ബോധമില്ലാണ്ട് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് റിമൂവ് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വിളി, രാത്രിയും പകലുമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അതും റിമൂവ് ചെയ്തു. 2 വീഡിയോ അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്നാമത്തതും ഒന്ന് നേർച്ച വെള്ളാട്ടം കഴിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുന്നത് അവിടെയുള്ള എല്ലാവരും കാണുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അവിടുത്തെ സംഘാടകർ കാണുന്നുണ്ട്, അതുപോലെ ഈ നേർച്ചക്കാർ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അവിടെ നിന്ന് ചോദിച്ചു ഏതാ ചാനൽ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം ആ വീഡിയോ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടില്ല, എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ കാണുമ്പോഴേക്ക് തന്നെ അവരെ ദുബായിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടത്, എന്താണ് എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമായി. അതുകൊണ്ട് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സംഘാടകർ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഒരു കുറ്റം ചെയ്ത മാതിരി സംസാരിച്ചു. അതുപോലെ തന്നെ എൻ്റെ അനിയൻ, അബുദാബിയിലുള്ള അനിയനോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഭയങ്കര കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. കാരണം ഈ സംഘാടകരിൽ ആ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ യൂട്യൂബ് ചാനലുള്ള ആളാണ് എന്നെല്ലാം അറിയാം. ആ സമയത്തൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നീടാണ് ഇവർക്കെല്ലാം പ്രശ്നം. ഞാനൊന്ന് പറയട്ടെ, ഈ ക്ഷേത്രത്തിലും അതുപോലെ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് എന്തിന് വാവിട്ട് കരയുമ്പോൾ ചിലപ്പോൾ ആരും കണ്ടെന്ന് വരും, ചിലപ്പോൾ വീഡിയോയിൽ പെട്ടെന്ന് വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വാവിട്ട് കരയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വാവിട്ട് കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് മറ്റുള്ള ആളെ കാണിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആരെങ്കിലും വീഡിയോ എടുത്തെന്ന് വരും. മൂന്നാമത്തെ അങ്ങനെ കഴിഞ്ഞ് ഞാൻ അതും റിമൂവ് ചെയ്ത്. എന്നെ വിളിച്ചിട്ട് ഇവിടെ എൻ്റെ നാട്ടുകാർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തും പോലെയും ഭയങ്കര ആക്കിയ പോലെയൊക്കെ സംസാരിച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞ് അതും റിമൂവ് ചെയ്തു. ഓക്കെ. നാലാമത്തെന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. അവിടെ എനിക്കും ക്ഷണം ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിനെല്ലാം ക്ഷണം ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള റിസപ്ഷനാണ്. അവിടെ ഗുലാബ് ജാമ് അതുപോലെ എല്ലാം ഫ്രഷായിട്ട്, അതുപോലെ ചായക്കട, പോഞ്ചി ചായയുള്ള ചായക്കട, അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ട് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്ന അത്രയും വലിയ അതിഗംഭീരമായൊരു കല്യാണ റിസപ്ഷനായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഒരു റീൽസിന് വേണ്ടിയിട്ടൊന്ന് സെൽഫായിട്ട് ചെറിയൊരു ഷോട്ട് എടുത്ത്. ആകെ ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡേ എടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ പെർമിഷൻ ചോദിച്ചു, വീഡിയോ എടുക്കാൻ പാടുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടില്ലെങ്കിലാണ് ഞങ്ങൾ കുറ്റം പറയുക. ഞങ്ങളിപ്പോൾ അവിടുന്ന് സ്റ്റേജിൻ്റെ അടുക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ പ്രൈവറ്റ് വ്ളോഗർ ഉണ്ട് ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ വീഡിയോ എടുത്തു. അതിലുള്ള എല്ലാ വീഡിയോയും ഒരു 8 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ഭക്ഷണം കഴിക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ഞാൻ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ഫാമിലി എല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ലേഡീസും ജെൻസും ഒക്കെ ചാനലിൻ്റെ പേര് ചോദിച്ച് എൻ്റെ മുന്നിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എല്ലാം കംപ്ലീറ്റ് ആയി. ഒരുപാട് വീഡിയോ ഉണ്ട്, ഏകദേശം 20 മിനിറ്റേ ഉള്ളൂ ടോട്ടൽ. പക്ഷേങ്കിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് അവിടെ ലൈവ് മ്യൂസിക് ഷോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡാൻസ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ അവിടെ വന്ന ആയിരക്കണക്കിന് ആൾക്കാരാണെങ്കിൽ ആ 1000 ആൾക്കാരുടെ മൊബൈൽ ഓണായിട്ട് റീൽസിന് വേണ്ടിയിട്ടും സ്റ്റാറ്റസിന് വേണ്ടിയിട്ടും ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വീഡിയോ ക്യാമറ മാൻ ഉണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എന്തായാലും സന്തോഷിച്ചിട്ട് വീട്ടിൽ വന്നു, കഷ്ടപ്പെട്ട് 2 ദിവസം ഇരുന്ന് എഡിറ്റ് ചെയ്തു, യൂട്യൂബിൽ കയറ്റി. അതിനുശേഷമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, പിന്നെ കല്യാണച്ചക്കന് ഇത് തീരെ ഇഷ്ടമല്ല, ഇങ്ങനെ ക്യാമറയും ഫോട്ടോവും വീഡിയോ ഒന്നും തീരെ ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങളെടുത്ത വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരിക്കും എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കി, കാരണം എൻ്റെ ഒരു അങ്ങനെയുള്ളൊരു ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ റിമൂവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. പിന്നെ കല്യാണ ചെറുക്കന് വീഡിയോ ഒട്ടും ഇഷ്ടമല്ല, ഫോട്ടോ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള സത്യാവസ്ഥയാണ്. എന്തെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് അവിടെ ഒരു വീഡിയോഗ്രാഫറും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറും ഉണ്ട്. അത് എന്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും അത് പിന്നെ എന്തിനു വന്ന് വീഡിയോ എടുക്കാനല്ലേ, ഫോട്ടോ എടുക്കാനല്ലേ, ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും അത് റിമൂവ് ചെയ്ത് പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഈ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഞാനിനിയിപ്പം പറയാണ്ട് ഇരുന്നിട്ട് എൻ്റെ വേദന ഇവിടെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നെ ആരാണ് തളർത്താനും തകർക്കാനും നോക്കിയെന്ന് വെച്ചാൽ അവരും അറിയണം. അവർക്ക് വേദന ഉണ്ടാകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് പിന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുത്താൽ മതി എന്ന് പറയും. പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വല്ലാതെ വഴക്ക് പറയുന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷമാണ്, പബ്ലിക്കാക്കിയിട്ടില്ല, ഇട്ട് വെച്ചതിന് ശേഷമാണ് വിളിച്ചിട്ട് പറയുന്നത് കല്യാണ ചെറുക്കന് തീരെ ഇഷ്ടമല്ല വീഡിയോ ഒന്ന് ചെയ്യുന്നത്, എന്തായാലും നിങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ്. അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത്രയും വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും എല്ലാം ഉള്ള ആ ഒരു സമയത്ത്. എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും ആര് പറഞ്ഞാലും തളരാൻ നിൽക്കുന്നില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. എൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ട് ചെറിയ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടിയും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമുണ്ട്, അങ്ങനെ വരുമാനം ഉണ്ടാകാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണോ എന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ ലക്ഷങ്ങൾ വരുമാനവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ വളരെ സാധാരണപ്പെട്ട ഒരു മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ഇത് തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണെന്ന് എനിക്കറിയാം, അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും അറിയാം. ഇപ്പം 4ാമത്തത് കഴിഞ്ഞ് 5ാമത്തത് ഒരു 10 ദിവസം മുന്നേ ഒരു ചെറിയൊരു ഫംഗ്ഷനിൽ വേണ്ടിയിട്ട് ഞാനും ഉണ്ട്. ആ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബറാണെന്നറിയാം. അപ്പോൾ ആ ഫംഗ്ഷൻ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വ്യക്തി പറഞ്ഞു, അദ്ദേഹത്തിന് അറിയാം ഞാനൊരു യൂട്യൂബറാണ്, ആ യൂട്യൂബറിൽ എന്തായാലും വീഡിയോ ചെയ്താൽ നന്നാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറയുന്നു വീഡിയോ എന്തായാലും റിമൂവ് ചെയ്യണം, വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ഓക്കെ, അതും അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ അപ്പം തന്നെ റിമൂവ് ചെയ്തു. പക്ഷേ കൊടും കുറ്റവാളി എന്ന നിലയിലാണ് എന്നോട് സംസാരിച്ചത്. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചെയ്തതെന്ന് പറഞ്ഞാൽ കൊടും കുറ്റവാളി. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ദ്രോഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. പറയുന്നതെല്ലാം സത്യമായിരിക്കണോ, ചെയ്യുന്നതും കറക്റ്റായിരിക്കണം, ചെയ്യാൻ പറ്റുന്നതേ പറയാൻ പാടുള്ളൂ, പറഞ്ഞത് ചെയ്തിരിക്കണം എന്ന ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ച് പോകുന്നത്. എന്നെ ആരുപദ്രവിച്ചാലും ഞാൻ തൽക്കാലം ഒരു ചെറിയൊരു ടെൻഷൻ വരുന്നില്ലാതെ പിന്നെ ഞാൻ തളരില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പല സ്ഥലത്തു നിന്നും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഈ വിഷയം അറിയണം. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഈ വീഡിയോ വിട്ടില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും വളരെയധികം മോശപ്പെട്ട കാര്യമാണ്. ഒരുപാട് പൈസ ഇറക്കിയിട്ട് ചെയ്യുന്നതിന് വിലയുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യുന്നതിന് ഒരു വിലയില്ല എന്നുള്ള ഒരു ലെവലിലാണ് മനുഷ്യൻ കാണുന്നത്. ആ ഒരു ചിന്താഗതി എല്ലാവരിലും ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഈ നാട്ടുകാരും ഒന്നും നന്നാവില്ല. എന്തായാലും ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥക്കനുസരിച്ചിട്ടാണ് ഞാനിന്ന് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഇപ്പം ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.
അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.